ഇന്ത്യൻ മഹാസമുദ്രം ഇനി വെറും വ്യാപാരപാത മാത്രമല്ല, വൻശക്തികളുടെ ഏറ്റുമുട്ടലിന്റെ പുതിയ വേദിയായി മാറുന്നുവെന്ന സൂചനകളാണ് പുതിയ സംഭവവികാസങ്ങൾ നൽകുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം പശ്ചിമേഷ്യയിൽ നിന്ന് കടന്ന് ശ്രീലങ്കയ്ക്ക് സമീപവും ഡീഗോ ഗാർസിയയിലേക്കും വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മാർച്ച് 4-ന് ഗാലെ തീരത്തിന് സമീപം ഇറാന്റെ യുദ്ധക്കപ്പലായ ഐറിസ് ദേന അമേരിക്കൻ സബ്മറൈൻ ആക്രമണത്തിൽ തകർന്നുവെന്ന സംഭവം വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. നിരവധി ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ട ഈ സംഭവം യുദ്ധത്തിന്റെ ഭൂപടം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിക്കുന്നെന്ന ആശങ്ക ശക്തമാക്കി. ഇതിനു പിന്നാലെ അമേരിക്കയുടെ പ്രധാന സൈനിക താവളമായ ഡീഗോ ഗാർസിയെ ലക്ഷ്യമിട്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചുവെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റി. ഏകദേശം 4000 കിലോമീറ്റർ അകലെയുള്ള ഈ താവളത്തെ ലക്ഷ്യമിടാൻ ഇറാന് സാധിച്ചുവെന്ന വിവരം പ്രതിരോധ വിദഗ്ധരെയും അതിശയിപ്പിച്ചിരിക്കുകയാണ്. നാശനഷ്ടങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായ താവളങ്ങളിലൊന്നായ ഡീഗോ ഗാർസിയ പോലും ഇനി ഭീഷണിയിൽപ്പെടാനെന്ന സന്ദേശമാണ് ഇതിലൂടെ ഉയരുന്നത്. ഇന്ത്യക്ക് സമീപമുള്ള ഈ തന്ത്രപ്രധാന കേന്ദ്രം പസഫിക് ഇന്ത്യൻ സമുദ്രമേഖലയിലെ അമേരിക്കയുടെ പ്രധാന സൈനിക ശക്തി കേന്ദ്രം തന്നെയാണ്. അതിനാൽ തന്നെ ഇവിടെ നടക്കുന്ന ഏത് സംഘർഷവും ഇന്ത്യയുടെ സുരക്ഷയ്ക്കും വ്യാപാരത്തിനും നേരിട്ട് ബാധകമാകും. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ അഗലേഖ ദ്വീപിൽ സ്വന്തം സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്താൻ നീക്കം നടത്തുന്നത്. മൊത്തത്തിൽ ഡീഗോ ഗാർസിയെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ സംഭവ വികാസങ്ങൾ ആഗോള ശക്തി സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാനിടയുണ്ടെന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. പശ്ചിമേഷ്യയിൽ തുടങ്ങിയ സംഘർഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഈ മേഖല ഏത് നിമിഷവും കൂടുതൽ ഗുരുതരമായ യുദ്ധഭീഷണിയിലേക്ക് നീങ്ങാനിടയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.